ശ്രീ സമ്പത്ത്, ശ്രീ ജി വി ഹരി അവതരിപ്പിച്ച ചില പോയിന്റുകളുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. അതായത് ഈ കേരളത്തിൻ്റെ ഒരു കടത്തിൻ്റെ ഓരോ 5 വർഷം കൂടുമ്പോഴും കടം ഇരട്ടിക്കുന്ന സംസ്ഥാനം. ഈ കഴിഞ്ഞ വർഷത്തിൽ, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം വന്നതിന് ശേഷം നമ്മൾ GST കടം കുറയ്ക്കുകയാണ്. ഏകദേശം 5% കടം കുറയ്ക്കുന്ന കണക്കുകൾ ജി വി ഹരിക്കും അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കൊടുക്കുന്ന ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ആധികാരികമായി നിന്ന് സംസാരിക്കുകയും ചെയ്യും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ജി വി ഹരി പറഞ്ഞ ഈ വാദങ്ങളോട്? സിജി, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഹരി നമ്മുടെ എല്ലാം വളരെ അടുത്ത ചങ്ങാതിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃനിരയിൽ തന്നെ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഹരി ഇതിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യം. ഞാൻ ഈ ഒരു വേളയിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്: നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ അടിമകളും നമ്മൾ പറയാത്ത വാക്കുകളുടെ ഉടമകളുമാണ് എന്നത്. ഞാനിവിടെ എൻ്റെ സുഹൃത്ത് കേരളത്തിൻ്റെ 33 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞു ഹരി. 33 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത എന്ന് പറഞ്ഞു. ലക്ഷം കോടിയാണ് പറഞ്ഞത്. നമ്മുടെ CAGയുടെ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഗവൺമെൻറ് ആണല്ലോ CAG നിയന്ത്രിക്കുന്നത്. ഓഡിറ്റർ ജനറൽ അത്തരം കാര്യങ്ങളുടെ കണക്കുകളെല്ലാം എടുത്തതിന് ശേഷം അപ്പോൾ ഇത് AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പുറത്തിറക്കിയത് സഖാവ് പിണറായി വിജയൻ പ്രകാശനം ചെയ്തത്. ഇപ്പോൾ ഇത് വസ്തുതകളുടെ ധവളപത്രം, UDF ആരോപണങ്ങളും കേരളത്തിൻ്റെ യാഥാർത്ഥ്യവും എന്നുള്ളതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനപ്പുറമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ CAG തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം 4.79 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ ആകെ മൊത്തം കടബാധ്യത. ഡയറക്റ്റ് പബ്ലിക് ഡെപ്റ്റ് എന്നുള്ളത് അതിൽ തന്നെ CAG പറയുന്നത് 3.47 ലക്ഷം കോടി രൂപയാണ് പറയുന്നത്. നമ്മൾ കടമെടുക്കുന്നത് അപകടമാണ് എന്നും നമ്മളത്തിൽ കടമെടുത്താൽ കടബാധ്യതയാണ് എന്നുള്ള നിലയിലേക്കല്ല നമ്മളെല്ലാവരും കടമെടുക്കാറുണ്ട്. നമ്മുടെ എല്ലാം വരും. ഞാൻ ആദായ നികുതി കൊടുക്കുന്ന ഒരു അഭിഭാഷകനാണ്. തൊഴിൽ കൊണ്ട് ഞാൻ വക്കീലാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഞാൻ ആദായ നികുതി കൊടുക്കുന്ന അഭിഭാഷകനാണ്. എനിക്ക് പല ലോണുകളുണ്ട്. എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ കാർഷിക ആവശ്യത്തിന് ഒക്കെയുണ്ട്. അത് എൻ്റെ വരുമാന സ്രോതസ്സും അതിൻ്റെ നിരന്തരമായിട്ടുള്ള വരുമാനവും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എനിക്ക് വായ്പ തരുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടബാധ്യതയെക്കുറിച്ചുകൂടി ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ആയാലും നേരത്തെ UPA ഗവൺമെൻറ് അധികാരത്തിലിരുന്നാലും ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നമ്മുടെ രാഷ്ട്രത്തിൽ ഇവിടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടം എന്നത് 214.82 ലക്ഷം കോടി രൂപയാണ്. അതായത് 2.56 ട്രില്യൺ US ഡോളറിന് സമമായിട്ടുള്ളതാണ് ഇന്ത്യയുടെ കടബാധ്യത എന്നുള്ളത്. ഇത് സംസ്ഥാനങ്ങളുടെ കടബാധ്യത അല്ല ഞാനീ പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇവിടെ വേറൊരു കാര്യം ഹരി പറഞ്ഞതിനോടൊപ്പം ഞാനൊരു കാര്യം, ഇവിടെ ഇതെല്ലാം നമ്മളിങ്ങനെ ഈ കടം അപകടമാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കടം എത്രയാണ് ഹരി? 39.38 ട്രില്യൺ US ഡോളറിൻ്റെ കടമാണ്. അത് US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാണ് ഞാനീ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും കടബാധ്യതയുള്ള ആ ഒരു സർക്കാരിൻ്റെ അവരുടെ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നുള്ളത് കേരളത്തെക്കാൾ കടുത്തതാണ്. ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നുള്ളത് USൻ്റേത് എടുത്താലുള്ള അവസ്ഥ 122.6%. കടമെടുക്കുന്നവരെല്ലാം അപകടത്തിലേക്ക് പോകുന്നു. കടമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കടം മുഴുവൻ ഒറ്റയടിക്കങ്ങ് തീർക്കലല്ല, എങ്ങനെ ചിലവഴിച്ച് തീർക്കലല്ല, പല ഘട്ടങ്ങളായി പല ഗഡുക്കളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി കേരളത്തിൻ്റെ കടത്തെ സംബന്ധിച്ച് കടബാധ്യത എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ ഇൻവെർട്ടഡ് കോമയിൽ ഞാനിടട്ടെ. തമിഴ്നാട് 9.6 ലക്ഷം കോടി രൂപ, ഉത്തർപ്രദേശ് ഏതാണ്ട് 9 ലക്ഷം കോടി രൂപ, മഹാരാഷ്ട്ര 8.2 ലക്ഷം കോടി രൂപ, കർണാടകം കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് 7.5 ലക്ഷം കോടി രൂപ, പശ്ചിമബംഗാളിൽ ഏറ്റവും ഒടുവിൽ 7.2 ലക്ഷം കോടി രൂപ. ഇത് രൂപയുടെ കണക്കിൽ പറയുമ്പോൾ ശതമാനക്കണക്കിലൊന്ന് നോക്കിയത് ഡെപ്റ്റ് ടു GSDP റേഷ്യോയിലൊന്ന് നോക്കിയേ. അരുണാചൽ പ്രദേശ് 57%, പഞ്ചാബ് 46.6%, ഹിമാചൽ പ്രദേശ് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് 45.2%, ബീഹാർ ഏതാണ്ട് 38%. ബാക്കിയുള്ള കണക്കുകളെല്ലാം കൂടി വെച്ചിട്ട് ഞാനിതിൽ പറയുന്നില്ല. നമ്മളൊരു ആരോപണ പ്രത്യാരോപണത്തിനല്ലാതെ ഒരു കാര്യം പറയട്ടെ. CPIM ഇവിടെ കാണുന്നത്
ബഡ്ജറ്റ് ഇതരമായിട്ട് അത്തരത്തിൽ ഇപ്പോൾ ഇത് കിഫ്ബിയെ സംബന്ധിച്ച് പറയുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെല്ലാം അതിൽ വലിയ മുതൽക്കൂട്ട് അത്തരത്തിൽ അവർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതേ വാചകത്തിലല്ലെങ്കിലും ഇവിടെ UDF നിയോഗിച്ചതായിട്ടുള്ള ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത വ്യക്തികൾ ചേർന്ന് സർക്കാരിന് വേണ്ടി ഇത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖ അത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ളത് അതിനകത്തുണ്ട്. ഇനി ബഡ്ജറ്റ് ഇതര വായ്പകൾ അത് ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലക്കാലത്തെ ഒന്ന് നോക്കിയാൽ മതി. ആന്ധ്രാപ്രദേശ് 6287, അവിടെ നിന്ന് പിന്നെ അത് വർദ്ധിച്ചു. ആസാം 238, അവിടെ നിന്ന് വർദ്ധിച്ചു. ബീഹാർ 520, അവിടെ നിന്ന് വർദ്ധിച്ചു. കർണാടകം 2350 കോടി രൂപ, പിന്നെ 4029 കോടി രൂപ, അവിടെ നിന്ന് പിന്നെ അത് വർദ്ധിച്ചു. CPM ഈ രേഖയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒന്ന് സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഏകീകരണം. നമ്മൾ ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു തെറ്റായ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് വളരെ ചുളുവിലയ്ക്ക് വിൽക്കുക എന്നുള്ള സെല്ലിംഗ് സ്പ്രീ എന്നുള്ള നിലയിലേക്ക്, അത് എല്ലാം സാമ്പത്തിക നീതിയും സാമൂഹ്യ നീതിയും എല്ലാം അത് അപ്രത്യക്ഷമാക്കുന്ന നിലയിലേക്കാണ്. അത് പൂർണ്ണമായി അത്തരത്തിൽ ഇതൊരു ഈ ക്രോണി ക്യാപിറ്റലിസം എന്നുള്ള നിലയിലേക്കെല്ലാം അത് വളർന്നിട്ടുണ്ട്. ഇവിടെ ഈ നമ്മൾ സ്ഥിരം തൊഴിലാളി അല്ലാത്തവർ, സ്ഥിരമായി വരുമാനമില്ലാത്തവർ, മറ്റു വിധത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, എല്ലാവരെയും അവരെ സാമൂഹ്യ സുരക്ഷ പെൻഷനും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് എല്ലാം മിച്ചമുണ്ടായിട്ട് ഈ ആളുകളെ സംരക്ഷിക്കാം എന്നുള്ളതല്ല എടുക്കേണ്ട നിലപാട്. അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരെ കൂടി കൈപിടിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവർ നമുക്കൊരു ഭാരമല്ല. അവരെ വാസ്തവത്തിൽ അവർക്ക് നമ്മൾ നൽകേണ്ടതായ ഒരു കരസ്പർശം ഈ പറയുന്ന കാര്യം സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഏകീകരണത്തെ സംബന്ധിച്ച് CPM വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ്. 2, അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപം എന്നത്, അത് കുടിവെള്ളവും നഗരഗതാഗതവും പുനരുപയോഗ ഊർജ്ജവും തീരസംരക്ഷണവും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇത് വിവിധ ധനസമാഹരണ മാർഗങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്, ആലോചനയല്ല തീരുമാനത്തിലാണ്. അത് ഇന്ന് അധികാരത്തിലുള്ള NDA സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ തന്നെ ഡിറ്റോ പകർപ്പായി അതിന് മാറുന്നു. മറ്റ് പേരുകൾ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെള്ളം, വൈദ്യുതി എല്ലാം അത്തരത്തിൽ, അത് വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യ രംഗവും എല്ലാം അത്തരത്തിൽ ഈ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്ന അവസ്ഥയിലേക്ക് പോകും. ഉൽപ്പാദന വ്യവസ്ഥയെ സംബന്ധിച്ചുള്ളതിൽ ഞങ്ങളിവിടെ കാണുന്നത് ചെറുകിട നിർമ്മാണ മേഖലയും സഹകരണ സംരംഭങ്ങൾ, വിജ്ഞാന മേഖല തുടങ്ങിയവ, അത് ഉൽപ്പാദന മേഖല ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ സാമ്പത്തിക മാന്ദ്യത്തെ ചെറുക്കുന്നതിന് പൊതുനിക്ഷേപം ആവശ്യമാണ്. വിപണിയിലെ ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഇവിടെ ഒരു കാര്യം നടത്തേണ്ടത്. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. മറ്റൊരു കാര്യം, കേരള സർക്കാരിൻ്റെ ധവളപത്രമാണ് എന്നാണ് പറയുന്നത് എങ്കിൽ ഞാൻ ആ ധവളപത്രം തയ്യാറാക്കിയതായി 3 വ്യക്തികൾ, ആ വ്യക്തിത്വങ്ങളെയൊന്നും ഞാൻ ഒട്ടും കുറച്ചൊന്നും കാണുകയല്ല. അവർ എന്ത് ചുമതലയാണ് ഈ സർക്കാരിൽ വഹിക്കുന്നത്? എന്ത് ചുമതലയാണ്? ഭരണഘടനാ ചുമതലയാണോ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചുമതലയാണോ, അല്ല സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ചുമതലയാണോ, എന്തോ ചുമതലയാണ്? ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നടാടെയാണ്, ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില വ്യക്തികൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള രേഖകളെല്ലാം അത്തരത്തിൽ തുറന്നു കൊടുക്കുക എന്നത് അത് ഭരണഘടനാപരമായി തന്നെ അത് വിരുദ്ധമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ.